എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ PF-മായി ബന്ധപ്പെട്ട ഗെയിൻ PF എന്ന് പറയുന്ന സൈറ്റാണിത്. ഈ സൈറ്റിലൂടെ വേണം NRA, TA തുടങ്ങിയ ലോണുകൾക്ക് അപേക്ഷിക്കുവാൻ. ലോഗിൻ ഡീറ്റെയിൽസിൻ്റെ തൊട്ട് താഴെ യൂസർ നെയിമിൻ്റെ അവിടെ പെൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, തൊട്ട് താഴെയുള്ള ക്യാപ്ഷ ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന പേജാണിത്. ഇവിടെ മൂന്നാമതായി NRA ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കുണ്ട്. NRA ലോണാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ NRA ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും, നമ്മുടെ പേരുണ്ടാവും, നമ്മുടെ ഡെസിഗ്നേഷൻ ഉണ്ടാവും, ഡേറ്റ് ഓഫ് ജോയിനിങ് ഇൻ സർവീസ് ഉണ്ടാവും. അതോടൊപ്പം നമ്മുടെ ലാസ്റ്റ് ക്രെഡിറ്റ് കാർഡിന് ശേഷം നമ്മുടെ അക്കൗണ്ടിലുള്ള ബാലൻസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. സ്പാർക്കിൽ നിന്നുള്ള ABCD സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവും. അവിടെ നമ്മുടെ ടോട്ടൽ എമൗണ്ട്, നമ്മുടെ അക്കൗണ്ടിലുള്ള ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാകാം. ഇവിടെ 12ാമത്തെ ലൈനിലായിട്ട് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള തുക എത്രയാണെന്നുണ്ടാവും. ലോൺ ഇപ്പം എടുക്കാൻ പറ്റുന്നത് ഈ ഓപ്പണിംഗ് ബാലൻസിനെ ആശ്രയിച്ചാണ്. 13ാമത്തെ ലൈനിൽ നമുക്ക് എടുക്കാവുന്ന അഡ്മിസിബിൾ ലോൺ എമൗണ്ട് ഉണ്ടാവും. തൊട്ടു മുമ്പ് 12ാമത് കാണിച്ചതിൻ്റെ ആ തുകയുടെ 75% ഈ അഡ്മിസിബിൾ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത്. ഈ തുകയാണ് നമുക്ക് ലോണായിട്ട് എടുക്കാൻ സാധിക്കുക. അതിനുവേണ്ടി അപേക്ഷിക്കാൻ വേണ്ടി തൊട്ട് താഴെ NRA റിക്വയർമെൻറ്റ്സ് എന്നുള്ളിടത്ത് ബേസിക് പേ ആയിട്ട് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ബേസിക് പേ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. തൊട്ട് താഴെ നമ്മുടെ DA, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന DA ടൈപ്പ് ചെയ്യുക. മൂന്നാമതായിട്ട് എന്തിനു വേണ്ടിയാണ് ഈ ലോൺ എടുക്കുന്നത് എന്നുള്ള റീസണാണ്. ആ റീസൺ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇൽനെസ് ഫോർ സബ്സ്ക്രൈബർ ഓർ ഡിപ്പെൻഡൻറ്റ് എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നതാവും നല്ലത്. നമ്മുടെ ആവശ്യം അനുസരിച്ച് ആ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് അത് സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ എമൗണ്ട് ഓഫ് അഡ്വാൻസ് റിക്വയർഡ് എന്നുള്ള ഭാഗമുണ്ട്. അവിടെ നമുക്ക് വേണ്ട തുക എത്രയാണ്, ലോണായിട്ട് വേണ്ട തുക എത്രയാണ് എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്യുക. അടുത്തത് ഫോർ ഹൂസ് പർപ്പസ് ലോൺ ഇസ് റിക്വയർഡ് എന്നുള്ളിടത്ത് അതിൻ്റെ തൊട്ട് താഴെ ഒരു റെഡിങ്കിൽ അത് എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഫോർ ദ സബ്സ്ക്രൈബർ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ റിമാർക്സ് ഇഫ് എനി എന്നുള്ളതിനകത്ത് പ്രത്യേകിച്ചൊന്നും നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതില്ല. നോട്ട് ആപ്ലിക്കബിൾ എന്നെ കാണിക്കുക. തൊട്ടടുത്തുള്ള കോളങ്ങളെല്ലാം തന്നെ എന്നെ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. പിന്നീട് തൊട്ട് താഴെ 10ാമത്തെ കോളമായിട്ട് നമ്മുടെ സബ് ട്രഷറി ഏതാണെന്ന് അവിടെ ഡീഫോൾട്ടായിട്ട് ഉണ്ടാവും. അവിടെ നമ്മളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഡിക്ലറേഷൻ അവിടെ ആ ചെക്ക് ബോക്സെ നമ്മൾ ടിക്ക് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ലോൺ ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ സമർപ്പിച്ചതായി വരും. ഇവിടെ തൊട്ടടുത്ത പേജിൽ നമ്മുടെ ലോണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ലോണിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്നുള്ളതാണ്, ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റാറ്റസ്. ഇനി നമ്മുടെ പ്രിൻസിപ്പൽ ഇത് സ്ക്രൂട്ടണിയും വെരിഫൈയും ചെയ്യുന്ന മുറയ്ക്ക് ഇവിടെ അതിൻ്റെ സ്റ്റാറ്റസ് കൃത്യമായി അപ്ഡേറ്റ് ആകുന്നതാണ്. ഓക്കെ, താങ്ക് യു.